നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് വായിക്കുന്നവരോട് കൂടിയാണ് ഈ ചൂടുകാലത്ത് ഇത് പറയുന്നത്. ഷെയറുകൾ കൊണ്ട് ധന്യമാകുന്ന ഇക്കിളി വാർത്തകൾക്കപ്പുറം ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി അറിയണം. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി. ചൂട് വർദ്ധിച്ച് സൂര്യാഘാതത്തിൽ പുറം പൊള്ളി നിൽക്കുമ്പോൾ വീണ്ടും ഒരു ലോക കാലാവസ്ഥാ ദിനം കൂടി കടന്നു പോവുകയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ലോക കാലാവസ്ഥാ സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ദിനാചരണം. സമ്മിശ്ര കാലാവസ്ഥ കൊണ്ട് സുരക്ഷിതമായിരുന്ന കേരളത്തിൽ പോലും ജീവനും കാർഷിക മേഖലയ്ക്കും ഭീഷണിയാവുന്ന തരത്തിൽ കാലാവസ്ഥ മാറിക്കഴിഞ്ഞു. ഇന്നത്തെ ചൂട് 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കഴിഞ്ഞു. മനുഷ്യരുടെ പുറം പൊള്ളിപ്പൊളിയുകയാണ്. ഉഗ്രരൂപം പൂണ്ട സൂര്യന്റെ താപം സഹിക്കാവുന്നതിലും അപ്പുറത്തേക്കായി കഴിഞ്ഞു. തണുപ്പും ചൂടും കലർന്ന ദിനരാത്രങ്ങൾ ഓർമ്മയായി. പകരം എത്തിക്കൊണ്ടിരിക്കുന്ന ചൂടേറിയ ദിനരാത്രങ്ങൾ ഭൂമിയുടെ കാലാവസ്ഥയാകെ തകിടം മറിക്കുകയാണ്. വേനൽ മഴ കുറഞ്ഞു. ചൂട് സൂര്യാഘാതമായി മാറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പലതരം കെടുതികളാണ് വിതയ്ക്കുന്നത്. കാട്ടുതീ, പേമാരി, ചുഴലിക്കൊടുങ്കാറ്റ്, വരൾച്ച, വിളനാശം തുടങ്ങിയവയായി അത് പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യന്റെ ചെയ്തികൾ തന്നെയാണ് ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്നതെന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. കാലാവസ്ഥയുടെ ശരാശരി കണക്കുകളിൽ നിന്നുണ്ടാവുന്ന ദീർഘകാല മാറ്റങ്ങളെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആഗോള താപനമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് പ്രധാന കാരണം. ജീവിതം അസഹ്യമാക്കുന്ന കൂടിയ ചൂടും അതിവൃദ്ധിയും ചുഴലിക്കാറ്റും ഉയരുന്ന സമുദ്രനിരപ്പും അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കവും എല്ലാം കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഉണ്ടാകുന്നു. വേനൽ മഴ കുറഞ്ഞതും ചൂട് വർദ്ധിച്ചതും ഒക്കെയായി ഭൂമിയുടെ മുന്നറിയിപ്പുകൾ പ്രത്യക്ഷപ്പെടുമ്പോഴും മനുഷ്യന്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്നതാണ് വാസ്തവം. വൈദ്യുതിയും വെള്ളവും ദുരുപയോഗം ചെയ്യുമ്പോഴും വികസനത്തിനായി കുന്നുകൾ ഇടിച്ചു നിരത്തുമ്പോഴും വർദ്ധിക്കുന്ന ചൂടിനായി ശീതീകരണികളെ കൂടുതൽ ആശ്രയിക്കുമ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ ഭൂമിയിൽ ചൂട് വർദ്ധിക്കുന്നതിന് കാരണക്കാരാകുകയാണ്. പ്രകൃതിയുടെ നിയമങ്ങൾ മനുഷ്യനെ നോക്കി ഉണ്ടാക്കിയതല്ല. അതിന് അതിൻ്റെതായ ചിട്ടകളുണ്ട്. അതനുസരിച്ച് ജീവജാലങ്ങളെല്ലാം ജീവിക്കുകയേ നിവർത്തിയുള്ളൂ. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നാം ഒരുപാട് മുന്നേറിയെങ്കിലും എല്ലാ നേട്ടങ്ങൾക്കും മുകളിൽ ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് അവ എത്തിച്ചേരുന്നുവെന്ന് കാണാം. തുടർച്ചയായി കൊടുങ്കാറ്റും പേമാരിയും തണുപ്പുകാലത്തിന് പ്രകടമായ മാറ്റവും പൂക്കളുടെയും പക്ഷികളുടെയും വരവിന് മാറ്റം സംഭവിക്കുക തുടങ്ങിയ പലതിനെയും കാലാവസ്ഥാ വ്യതിയാനമായി കാണാം. മനുഷ്യന്റെ പ്രവർത്തന ഫലമായി ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിലുണ്ടായ മാറ്റങ്ങൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന് അടിസ്ഥാനമാണ്. കാലാവസ്ഥയിലെ ഈ മാറ്റം ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളെ പല വിധത്തിലാകും ബാധിക്കുക. എങ്കിലും പ്രകൃതി ദുരന്തങ്ങളുടെ ആഗോളവൽക്കരണം തന്നെയാകും കാണേണ്ടി വരിക. മറ്റൊരു പ്രധാന കാര്യം, ഭൂമധ്യരേഖയ്ക്ക് അടുത്തു കിടക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിലായിരിക്കും ഇതിന്റെ പ്രധാന ഇര എന്നതാണ്. പേമാരി, വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഇന്ത്യ പ്രധാനമായും അഭിമുഖീകരിക്കാൻ പോകുന്നത് ചില പ്രദേശങ്ങളിലെ ഭക്ഷണം, ജലക്ഷാമം, ചൂടുകാറ്റ്, വെള്ളപ്പൊക്കം, പാലായനം തുടങ്ങിയ പ്രശ്നങ്ങളെയൊക്കെയാണ്. കേരളത്തിലേതുപോലെ ഭൂപ്രകൃതിയുള്ള സ്ഥലത്തെയാകും കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും അധികം ബാധിക്കുക എന്നതാണ് സത്യം. അതിന്റെ ആദ്യ പടികളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടൽ തീരം കൂടുതലുള്ള കേരളത്തെ പോലുള്ള പ്രദേശങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പല രാജ്യാന്തര പഠനങ്ങളും വ്യക്തമാക്കുന്നു. 1 മില്ലിമീറ്റർ കടൽ നിരപ്പ് ഉയർന്നാൽ ഏകദേശം 1.5 മീറ്റർ തീരം നഷ്ടമാവും. അങ്ങനെയെങ്കിൽ വരുന്ന 30 വർഷത്തിനകം നമുക്ക് 300 മീറ്ററിലധികം തീരപ്രദേശം നഷ്ടമാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തീരപ്രദേശം കടൽ നിരപ്പിൽ തന്നെ കിടക്കുന്നതിനാൽ ഇതൊരു പ്രശ്നം തന്നെയാണ്. ഓഖി പോലുള്ള കൊടുങ്കാറ്റ് മലയാളിക്ക് അധികം പരിചയമുള്ള ഒന്നായിരുന്നില്ല. അന്തരീക്ഷ ഊഷ്മാവിന്റെ ഉയർച്ച മൂലം കടലിൽ അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദ മേഖലകളും അതുണ്ടാകുന്ന കൊടുങ്കാറ്റും പേമാരിയും കേരളത്തെ തൊട്ടുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടെങ്കിലും ഇത് സ്ഥിരം പ്രതിഭാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.